ശശി തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളുടെ കാര്യമാണ്. അപ്പൊ നമ്മളത് ഓൾറെഡി ഹെഡ്ലൈൻസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയണം. പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് പത്രങ്ങളിൽ, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളിൽ ഒക്കെ തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട്. അതിൽ വീക്ഷണം വളരെ കൃത്യമായിട്ട് തരൂരിനെ വിമർശിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂർ എംപിയുടെ ലേഖനത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. വ്യവസായങ്ങളെ വെള്ള പുതച്ചവർക്ക് ശുദ്ധിപത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്ന് ലേഖനം വിമർശിക്കുന്നു. അനാവശ്യ വിവാദം സൃഷ്ടിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-നെ കുരുതി കൊടുക്കരുത് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതിനിടെ CPIM മുഖപത്രം ദേശാഭിമാനിയും CPI മുഖപത്രം ജനയുഗവും ശശി തരൂരിനെ പിന്തുണച്ചിട്ടുണ്ട്. MG പ്രതീഷാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നത്. പ്രതീക്ഷ, ഇതിൽ സംശയങ്ങളില്ല. നേരത്തെ KPCC നേതൃത്വം ശശി തരൂരിനെതിരെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരുന്നു. KPCC അധ്യക്ഷനൊഴികെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കടുത്ത ഭാഷയിൽ പരസ്യമായി തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ മുഖപത്രം വീക്ഷണം ഒരു പടി കൂടി കടന്ന് ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കുളമാക്കരുത് എന്നൊരു താക്കീത് കൂടിയാണ് ഈ മുഖപ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം മറുഭാഗത്ത് CPIM നേതാക്കൾ പിന്തുണച്ചതുപോലെ ഈ പറയുന്ന ദേശാഭിമാനിയും CPI മുഖപത്രമായ ജനയുവും എല്ലാം ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ടും മുഖപ്രസംഗ ലേഖനമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ലേഖനങ്ങളെ എങ്ങനെ വിലയിരുത്താം? പ്രജിൻ, പ്രവിത, LDF സർക്കാരിന്റെ വ്യവസായ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് പുറത്തിറങ്ങിയ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിലും അത് പ്രകടമാണ്. അതിരൂക്ഷമായ വിമർശനമാണ് വീക്ഷണം ശശി തരൂരിനെതിരെ ഉന്നയിക്കുന്നത്. അതൊരു പാർട്ടി നിലപാട് കൂടിയായി തന്നെ വീക്ഷണം അത് പറയുന്നുമുണ്ട്. പ്രധാനമായും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയം അനാവശ്യ വിവാദമുണ്ടാക്കി കുരുതി കൊടുക്കരുത്, UDF-നെ കുരുതി കൊടുക്കരുത് എന്നതാണ് പ്രധാനമായും വീക്ഷണം പറയുന്നത്. വെളുപ്പാൻ കാലം മുതൽ വെള്ളം കോരിയ ശേഷം സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി അപഹാസ്യമാണ് എന്നുകൂടി, അല്ലെങ്കിൽ പരിഹാസ്യമാണ് എന്നുകൂടി വീക്ഷണം ശശി തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു. LDF-നെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന സമീപനം ആത്മഹത്യാപരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ആത്മഹത്യാപരമാണെന്ന കടുത്ത വിമർശനമാണ് തരൂരിനെതിരെ വീക്ഷണം ഉന്നയിക്കുന്നത്. ഒപ്പം കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയത് CPM ആണെന്ന കുറ്റപ്പെടുത്തൽ കൂടി വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇടത് പാർട്ടികളുടെ മുഖപത്രമായ ദേശാഭിമാനിയും ജനയുഗവും തരൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒപ്പം കോൺഗ്രസിനെയും UDF-നെയും വിമർശിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയിലും ജനയുഗത്തിലും ഇന്ന് ലേഖനം പുറത്തു വന്നിട്ടുള്ളത്. ഈ നാട്ടിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പും വേണമെന്നതാണ് കോൺഗ്രസിന് ദേശാഭിമാനിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവും ഒരുപറ്റം കോൺഗ്രസുകാരും ചില മാധ്യമങ്ങളും ഈ ഗണത്തിലാണ് പെടുന്നതെന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട്. ഇക്കൂട്ടരാണ് ശശി തരൂരിനെയും തള്ളിപ്പറയുന്നത് എന്ന് ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുമ്പോഴൊക്കെ തന്നെ ഇവർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ള വിമർശനം കൂടി ദേശാഭിമാനി ഉയർത്തുന്നുണ്ട്. അതേ നിലപാട് തന്നെയാണ് തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ജനയുഗവും ഇന്ന് ലേഖനം എഴുതിയിരിക്കുന്നത്. ശശി തരൂരിന്റെ അഭിപ്രായം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. കൃത്യമായി കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ വളർച്ചകൾ കൃത്യമായി പഠിച്ച ശേഷമാണ് അദ്ദേഹം ലേഖനം എഴുതിയതെന്ന് ജനയുഗം പറയുന്നുണ്ട്. ഒപ്പം വ്യക്തികളെയോ LDF നേതാക്കളെയോ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയല്ല തരൂരിന്റെ ലേഖനമെന്ന് കൂടി ജനയുഗം പറയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തരൂരിന്റെ ഈ ലേഖനത്തിനെതിരെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് CPIM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയും ഒപ്പം CPI-യുടെ മുഖപത്രമായ ജനയുഗവും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രജിൻ, പ്രവിത. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.